ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കമ്പത്താണ്. അതായത് തേനി ജില്ലയിൽപ്പെടുന്ന കമ്പത്താണ്. ഇതിനോട് അനുബന്ധിച്ചുള്ള സ്ഥലത്തു നിന്നാണ് ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രി പനീർശെൽവം ഉള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് തമിഴ്നാട്ടിലുടനീളം ഇതുപോലെയുള്ള പന്തലുകൾ കെട്ടി അതിനകത്ത് ADMK പ്രവർത്തകർ ഉപവാസം, അതായത് വൈകുന്നേരം ഈ ജയലളിതയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നത് വരെ ഉപവാസം ഇരിക്കുകയും 4:30-ക്ക് 100ഓളം പേർ മൊട്ടയടിക്കുകയും ചെയ്യുമെന്നാണ് ഇവരിപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ ഇവരുടെ കാര്യപരിപാടികളെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് അറിയാൻ കഴിയും. ഇന്ന് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ? இன்று 4:30 மணிக்கு 100 பேர் மொட்டையெடுத்து அம்மாவுக்காக வேண்டி கழகத்தில் பொதுச்செயலாளர் நிரந்தர பொதுச்செயலாளர் அவங்களுக்கும் முதலமைச்சர் அவங்களுக்கும் இன்று கம்பம் எல்லா கடைகள் எல்லாம் சிறப்பாக அடைக்கப்பட்டது. எல்லா பொதுமக்களும் அனைத்து கட்சிக்காரங்களும் சர்வ கட்சியும் ஊர்வலமாக இறுதி ஊர்வலம் 4:30 மணிக்கு. அந்த 4:30 மணிக்காக இங்கே இப்போ உண்ணாவிரதம் இருக்கிறோம். 9 மணிலேருந்து 4:30 மணி வரைக்கும் உண்ணாவிரதம் இருக்கிறோம். இது அனைத்து இந்த அண்ணா திராவிட முன்னேற்ற கழகத்தில் 100 பேர் மொட்டை எடுக்கிறோம். மொட்டை எடுத்து எல்லாம் சர்வ கட்சியும் கூப்பிட்டு வார்த்தை பேசுகிறோம். ഇറുതി ചടങ്ങ്. അതായത് സർവമത പ്രാർത്ഥന 9 മണിക്ക് ആരംഭിക്കും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4:30 വരെ ഇവിടെ ഉപവാസം നിരാഹാരം അനുഷ്ഠിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് ഹർത്താൽ ആചരിക്കും എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വൈകുന്നേരം 4:30 കൂടി ജയലളിതയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് 100ഓളം പേർ ഈ കമ്പത്ത് കെട്ടി ഉയർത്തിയിരിക്കുന്ന ഈ പന്തലിൽ തല മുണ്ടനം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ഇതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളം ADMK പ്രവർത്തകർ ഇങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്.